കർണാടകയിലെ അങ്കോളയിലെ ഷിരൂരിൽ മലയാളിയായ അർജുൻ അടക്കം അകപ്പെട്ടിട്ട് ഇന്നേക്ക് 6ാം ദിനമായി. ഇപ്പോഴും ഈ മണിക്കൂറിലും ഈ നിമിഷവും കർണാടകയിലെ ഷിരൂരിൽ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ അവിടെ നിന്നുള്ള വാർത്തകളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, കനത്ത മഴയാണ് ഷിരൂരിൽ ഇപ്പോൾ പെയ്യുന്നത്. ഇതാണ് രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയും മണ്ണിടിച്ചിലും വെല്ലുവിളിയായി നിൽക്കുമ്പോൾ കനത്ത മഴയാണ് ഈ സമയത്ത് ഈ നിമിഷത്തിൽ ഷിരൂരിലുള്ളത്. എന്താണ് ഏറ്റവും അവസാനമായി പുറത്തേക്ക് വരുന്ന വിശദാംശങ്ങൾ? ബിനിഷ, ഏറ്റവും പുതിയ വാർത്ത നിലവിൽ കർണാടക സർക്കാർ സ്ഥിരീകരിക്കുകയാണ്. ഈ റോഡിൽ അപകടം നടന്ന സ്ഥലത്ത് ട്രക്കില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ വാർത്ത. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണബൈര ഗൌഡയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. നിലവിൽ റോഡിലെ 98% മണ്ണും നീക്കം ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ മണ്ണ് നീക്കം ചെയ്യാനില്ല. ഇനിയുള്ളത് മലയുടെ ഭാഗമാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് മണ്ണ് ഇനി എടുക്കാൻ പറ്റില്ല. ഈ ഭാഗത്ത് സിഗ്നൽ ലഭിച്ച ഭാഗത്ത് ട്രക്കില്ല എന്നൊരു വിവരമാണ് ഇപ്പോൾ ഔദ്യോഗികമായി കർണാടക സർക്കാർ സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് ആ മേഖലയിലെ പരിശോധന ഇനി നടത്താൻ കഴിയില്ല എന്നാണ് കർണാടക സർക്കാർ പറയുന്നത്. കാരണം അത് കുന്നിന്റെ ഭാഗമാണ്. കുന്നിന്റെ ഭാഗം ഇനി കൂടുതൽ ഇടിച്ചാൽ കൂടുതൽ അപകട സാധ്യതയുണ്ട്, മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് എന്നാണ് പറയുന്നത്. സിദ്ധരാമയ്യയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് അങ്കോളയിൽ വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി പുഴയിലാണ് പരിശോധന നടത്തേണ്ടത്. കൂടുതൽ പരിശോധന പുഴയിലേക്ക് നടത്തണോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഇക്കാര്യത്തിൽ നാവികസേനയുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്ക് സാധ്യതയുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ അപകടത്തിന് ശേഷം ഗംഗാവാലി പുഴയിൽ വലിയൊരു മൺകൂന രൂപപ്പെട്ടിരുന്നു. ഈ പുഴ നേരത്തെ ഒരു ട്രക്കും അതോടൊപ്പം ഒരു ടാങ്കർ ലോറിയും അതോടൊപ്പം തന്നെ കാറും എല്ലാം പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത്. ഇനിയുള്ള സാധ്യത പുഴയിലേക്ക് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ലോറി പതിച്ചിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഈ മൺകൂനയുമായി ബന്ധപ്പെട്ട് അവിടെ പരിശോധന നടത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇനി സൈന്യമാണ് എന്നാണ് പറയുന്നത്. സൈന്യം നേരത്തെ ഉച്ചയ്ക്ക് ഇവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്നു. ബൽഗാവിൽ നിന്ന് 40 സൈന്യമാണ് എത്തിയത്. അവർ ഈ സ്ഥലത്ത് പരിശോധന നടത്തണോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. വിനിഷ. സിജു, നേരത്തെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് 10 പേരാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. ഇതിൽ 7 പേരെ പുറത്തെടുക്കാൻ കഴിഞ്ഞു. 3 പേർക്കായുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. ഈ 3 പേരിലാണ് മലയാളിയായ അർജുനും ഉൾപ്പെട്ടിട്ടുള്ളത്. നിലവിൽ തിരച്ചിൽ പുഴയിലേക്ക് നീക്കുമ്പോൾ, അതായത് തിരച്ചിൽ പുഴയിലേക്ക് കൂടി വ്യാപിപ്പിക്കുമ്പോൾ ഏത് രീതിയിലുള്ള വെല്ലുവിളിയാണ് ഉള്ളത്? കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്ഥലത്ത് കനത്ത മഴ പെയ്യുകയാണ്. ഈ ഗംഗാവാലി പുഴ കര കവിഞ്ഞ് ഒഴുകുന്ന ഒരവസ്ഥയുണ്ട്. വലിയ ശക്തിയായ അടിയൊഴുക്കുള്ള പുഴയാണ്. വലിയ രീതിയിലുള്ള മൺകൂന, ഈ മലയിടിഞ്ഞ് വന്ന മൺകൂന ഗംഗാവാലി പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കണ്ട തെരച്ചിലിൽ 3ഓളം വാഹനങ്ങൾ ഈ പുഴയിൽ നിന്ന് കണ്ടെടുക്കാനായിട്ടുണ്ട്. അതിനാൽ തന്നെ ഏത് രീതിയിലാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഗംഗാവാലി പുഴ ഒരു വെല്ലുവിളിയാകുന്നത്? ഗംഗാവാലി പുഴയിലുള്ള തിരച്ചിൽ അതിസങ്കീർണമാകുമെന്ന് മന്ത്രി കൃഷ്ണബൈര ഗൌഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് വലിയൊരു മൺകൂനയാണ് പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് ഈ പുഴയുടെ ഒരു ആഴം എന്ന് പറയുന്നത് 20 അടിയിലധികം ഉണ്ട്. സാധാരണ കരയോടടുത്ത ഭാഗത്ത് തന്നെ ആ ഭാഗം മുഴുവൻ ആ മണ്ണും കല്ലും നിറഞ്ഞ് മൂടിക്കഴിഞ്ഞു. അവിടെ പരിശോധന നടത്തുക എന്നത് അതീവ ദുഷ്കരമാണ്. ദുർഘടമായ രീതിയിലായിരിക്കും, ദുർഘടമായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പരിശോധന നടത്താൻ വലിയ ബുദ്ധിമുട്ട് നേരിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇനി ഈ പുഴയിൽ തിരച്ചിൽ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നാവികസേനയുമായി ബന്ധപ്പെട്ട് ആലോചിച്ചാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേന ഈ ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു. ആ ഭാഗത്ത് പരിശോധന നടത്തുന്നതിന് നാവികസേനയുമായി ബന്ധപ്പെട്ട് സൈന്യവുമായി ബന്ധപ്പെട്ട് ഒരു കൂടിയാലോചന നടത്തും. അതിനുശേഷം തീരുമാനിക്കുമെന്നാണ് അറിയുന്നത്. നിലവിൽ ഉപയോഗിക്കുന്ന റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇനി മണ്ണിൽ പരിശോധന നടക്കില്ല. ആ മണ്ണ് കൂടുതലായി ആ ഭാഗത്ത് നിന്ന് നീക്കം ചെയ്യാൻ കഴിയില്ല. കാരണം അത് മലയുടെ ഭാഗമാണ്. അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പുഴയിലേക്ക് തിരച്ചിൽ നടത്തണമെങ്കിൽ അതീവ സങ്കീർണമാണ്. കാരണം ഈ സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നതിനുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ സൈന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പകരം നൂതനമായ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് പരിശോധന നടത്തുക എന്ന ഒരു ദൗത്യമാണ് ഉള്ളത്. അതിന് ഡീപ് സെർച്ച്, മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന് സൈന്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പൂനെയിലും
ചെന്നൈയിലുമാണ് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങളുള്ളത്. ആ സംവിധാനങ്ങൾ എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് ഇനി നടത്തുക. തിരച്ചിൽ തുടരണമോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ 2-3 മണിക്കൂറിനകത്ത് തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. റോഡിലുള്ള കുറച്ചു മണ്ണ് കൂടി നീക്കം ചെയ്തു കഴിഞ്ഞാൽ 90% മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. കുറച്ചു മണ്ണ് കൂടി നീക്കം ചെയ്തു കഴിഞ്ഞാൽ കൃത്യം കാര്യം വ്യക്തമാകും. അതിനുശേഷം ഔദ്യോഗികമായി തിരച്ചിലുമായി ബന്ധപ്പെട്ട വിവരം നൽകാമെന്നാണ് കർണാടക സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നത്. സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ റോഡിലുള്ള ഏകദേശം 90% മണ്ണ് നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇനി 10% മാത്രമേ ഏകദേശം 10% മാത്രമേ നീക്കം ചെയ്യാനുണ്ടാകുകയുള്ളൂ. ഈ 10% മണ്ണ് നീക്കം ചെയ്യുന്നതോടെ ഏകദേശം തന്നെ ഇപ്പോൾ തന്നെ ഒരു രൂപം ഏകദേശം ഒരു വ്യക്തത വന്നിട്ടുണ്ടാകും. ഈ 10% മണ്ണിനടിയിൽ ഇത്തരത്തിലൊരു ട്രക്ക് കുടുങ്ങിയിട്ടുണ്ടോ? കാരണം കാലി ട്രക്കല്ല, തടി കയറ്റി വന്ന ലോറിയാണ്. 16ലധികം വീലുകളുള്ള വലിയ വണ്ടിയാണ്. അതിനാൽ തന്നെ അത്രത്തോളം വലിയ വണ്ടി മണ്ണിനടിയിൽ പെട്ട് കിടക്കുമ്പോൾ ഏകദേശം 10% മാത്രമേ മണ്ണ് നീക്കാനുള്ളൂ എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഇതിനോടകം തന്നെ അവർക്ക് കിട്ടിക്കാണും. അതിനാലാണോ ഇവർ ഉറപ്പിച്ചു പറയുന്നത് റഡാർ കണ്ട സ്ഥലത്ത്, റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ലോറിയില്ല എന്ന്? റഡാർ സിഗ്നൽ കണ്ട സ്ഥലത്ത് ലോറിയില്ലെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. കർണാടക റവന്യൂ വകുപ്പ് മന്ത്രിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. അവർ പറയുന്നത് 90%-ലധികം മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞു. റോഡുമായി ബന്ധപ്പെട്ടുള്ള മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞു. ഇനി ആ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ചെറിയ ശതമാനം മണ്ണ് മാത്രമാണ് നീക്കം ചെയ്യാനുള്ളത്. അത് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈന്യം തന്നെ ഇക്കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട്. സൈന്യവുമായി ആലോചിച്ച് ഇനി ആ ഭാഗത്ത് തിരച്ചിൽ നടത്തണമെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം വലിയൊരു മലയാണ് ഇടിഞ്ഞ് താഴേക്ക് വന്നത്. ആ മലയുടെ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭാഗത്ത് തിരച്ചിൽ നടത്തണമെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇനി ആ ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നത് അതീവ ദുർഘടമായ ഒരു പ്രവൃത്തിയായിരിക്കും. അപകട സാധ്യത നിറഞ്ഞൊരു പ്രവൃത്തിയായിരിക്കും. ആ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്താൽ കൂടുതൽ മണ്ണിടിച്ചൽ സാധ്യതയുണ്ട്. മലയോടനുബന്ധമായി ചേർന്ന് നിൽക്കുന്ന ആ ഭാഗമാണ്. മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള കുറച്ച് മണ്ണ് അത് ഒരു ട്രക്ക് മൂടാനുള്ള പാകത്തിലുള്ള മണ്ണ് അവിടെ ഇല്ല. അത് ഇപ്പോൾ 2-3 മണിക്കൂർ കൊണ്ട് നീക്കം ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തമായി കാര്യം പറയാമെന്നാണ് ഇപ്പോൾ കർണാടക റവന്യൂ വകുപ്പ് മന്ത്രി കൃഷ്ണബൈര ഗൌഡ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പുഴയിലേക്ക് ഇത് പോയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. പുഴയിലേക്ക് ട്രക്ക് പോയിട്ടുണ്ടെങ്കിൽ വലിയ തോതിൽ പുഴയിൽ മണ്ണും കല്ലും അടിഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്ത് പരിശോധന നടത്തുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ വലിയ ഒഴുക്കും അതോടൊപ്പം തന്നെ കുത്തൊഴുക്കും മഴയുമെല്ലാം ഉണ്ട്. വലിയൊരു മല തന്നെ, ഒരു കുന്ന് തന്നെ ഈ പുഴയിൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തുള്ള പരിശോധന നാവികസേനയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ആവശ്യമാണെങ്കിൽ സൈന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീപ് സെർച്ച്, മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിനിഷ.